പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്ന അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെക്കുറിച്ചുമാണ്. മതാധിഷ്ഠിതമായി ജനങ്ങളെ വിഭജിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി അതിശക്തമായ എതിർപ്പാണ് രാജ്യത്തൊട്ടാകെ ഉണ്ടായിരിക്കുന്നത്, ഉയർന്നു വന്നിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൗരത്വ നിയമ ഭേദഗതി എന്ന വിമർശനം മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. ശക്തമായ എതിർപ്പ് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഉയർന്നു വന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മതരാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യമാകെ പ്രക്ഷോഭമുയർത്തണമെന്നാണ് CPIM സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പാർലമെൻറ്റ് അംഗീകരിച്ച നിയമം കേരളത്തിൽ മാത്രം നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് എന്നൊക്കെയുള്ള ഒരു തൊടി ന്യായം പറഞ്ഞ് BJPക്കാരെ പോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവർക്ക് അത്തരമൊരു നിലപാടെടുക്കുന്ന കോൺഗ്രസ്സിന് അതിശക്തമായ മറുപടി പറയാൻ ജനങ്ങൾ തയ്യാറാകും, മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വരുന്ന മാർച്ച് 22-ന് കോഴിക്കോട് കടപ്പുറത്ത് ജനസഹസ്രങ്ങളെ അണിനിരത്തി, ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളെ അണിനിരത്തി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വലിയ ഒരു ബഹുജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു മഹാറാലി തന്നെ സംഘടിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി ഈ റാലി ഉദ്ഘാടനം ചെയ്യും. പൗരത്വ സംരക്ഷണ റാലിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുകയാണ്. റാലി ചരിത്ര സംഭവമാക്കണമെന്നും മോഡി ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് അധികാര വാഴ്ചയെ അവസാനിപ്പിക്കാനുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് കരുത്തു പകരുന്ന വിധത്തിൽ റാലിയെ മാറ്റണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈയിടക്കാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. വിറ്റവരുടെയും അത് പണമാക്കി വരുടെയും പട്ടിക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആർക്ക് എത്ര വീതമാണ് നൽകിയത് എന്ന വിവരം, അതുപോലെ ബോണ്ടുകൾ പുറപ്പെടുവിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും അത് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പുറത്തു വന്ന പട്ടികയിൽ നിന്ന് വെളിപ്പെട്ട നാമമാത്രമായ വിവരങ്ങൾ പോലും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതും ആശങ്കയുളവാക്കുന്നതുമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കായി ഏറ്റവും ഉയർന്ന തുക ബോണ്ടുകളായി സംഭാവന ചെയ്ത കമ്പനികളിൽ 3-4 എണ്ണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ ആദായ നികുതി വകുപ്പിൻ്റെയും എല്ലാം അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ലോട്ടറി മാഫിയ, ഏറ്റവും വലിയ ലോട്ടറി മാഫിയ രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനി, അതുപോലെ വൻകിട നിർമ്മാണ കമ്പനിയായ മേഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയെല്ലാം ഇതിനുദാഹരണമാണ്. ഇതിലേറ്റവും കൂടുതൽ പണം നൽകിയതായി കാണുന്നത്, മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനാകുന്നത്, സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. 1368 കോടി രൂപ മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ ആണ് ഈ കമ്പനി നൽകിയിരിക്കുന്നത്. 2019 മുതൽ EDയുടെ അന്വേഷണം നേരിടുന്ന കമ്പനിയാണിത് എന്നത് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനാവുന്നു.
കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ 2022 ഇവരുടെ ആഫീസുകളിൽ ED തെരച്ചിൽ നടത്തിയിരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തൊട്ടു പിന്നാലെയാണ് ബോണ്ട് വഴി സംഭാവന നൽകിയത് എന്ന കാര്യവും ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ ലോട്ടറിയുടെ GST കുറക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായി സംസ്ഥാനങ്ങളുടെ മേലെ സമ്മർദ്ദം ചെലുത്തിയതും ഈ പണത്തിന് ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയതിൻ്റെ ഉപകാരസ്മരണ എന്ന നിലയിലായിരിക്കും എന്ന് തന്നെ നാം കരുതേണ്ടതുണ്ട്. അതാവട്ടെ കേരളത്തിൻ്റെ അതിശക്തമായ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഈ സ്വകാര്യ ലോട്ടറിയുടെ GST കുറക്കാതിരിക്കുന്നത് എന്നതും ഇവിടെ ഏറെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കൂട്ടത്തിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഏതാണ്ട് 966 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനി വാങ്ങിയത്. അനിൽ അഗർവാളിൻ്റെ വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡ് 376 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളും വാങ്ങിയതായി മാധ്യമങ്ങളിലൂടെ നാം കാണുന്നു. ഈ പട്ടിക നീളുന്നതാണ്. അതുപോലെ അർബിന്ദോ ഫാർമ, അതുപോലെ ഫിർദിസായി ഇലക്ട്രിക്കൽസ്, ഡോക്ടർ റെഡ്ഡീസ്, അതുപോലെ കൽപ്പതാരു പ്രോഡക്ട്സ് തുടങ്ങിയിട്ടുള്ള കമ്പനികളിലും ഈഡ് റെയ്ഡിന് പിന്നാലെ ആ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയതായിട്ട് ആണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും എല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ വ്യവസായ സ്ഥാപനങ്ങളിൽ റെയ്ഡിനങ്ങോട്ട് നിയോഗിക്കുക, അതിൻ്റെ പിന്നാലെ ഭരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ബോണ്ടായി പണം എത്തിച്ചേരുകയും ചെയ്യുക. ചുരുക്കത്തിൽ ED അടക്കമുള്ള ഇതുപോലുള്ള അന്വേഷണ ഏജൻസികളെ അഴിമതി പണം പിരിച്ചെടുക്കുന്നതിനുള്ള ഏജൻസികളായി കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുത. ഇതേപോലെ തന്നെയാണ് ബോണ്ടുകൾ നൽകിയതിന് പകരമായി വൻ പദ്ധതികളുടെ ടെൻഡറുകൾ കമ്പനികൾക്ക് നൽകിയതായും ഈ പട്ടികയിൽ നിന്ന് പുറത്തു വന്ന പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ടോറൻ പവർ എന്ന സ്ഥാപനം 2024 ജനുവരി മാസത്തിൽ ബോണ്ട് വാങ്ങിച്ച് നൽകുന്നു. തൊട്ടു പിന്നാലെ മാർച്ച് മാസമാകുമ്പോൾ PM കുസും എന്ന പദ്ധതിക്ക് കീഴിൽ 1504 കോടിയുടെ സോളാർ പദ്ധതിയുടെ പ്രോജക്റ്റ് അവർക്ക് ലഭിക്കുകയാണ്. ആപ്കോ ഇൻഫ്ര എന്ന നിർമ്മാണ കമ്പനി 10 കോടിയുടെ ബോണ്ട് വാങ്ങി നൽകുന്നു. പിന്നാലെ ബാന്ദ്ര വെർസോവ കടൽപ്പാലത്തിൻ്റെ നിർമ്മാണ ടെൻഡർ അവർക്ക് ലഭ്യമാകുന്നു. പുറത്തു വന്ന പട്ടികയിൽ നിന്ന് ബോണ്ടുകളെല്ലാം വാങ്ങിയ തീയതിയും പദ്ധതികൾ ലഭിച്ച തീയതികളും വെച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്ക് ബോധ്യമാകും. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബോണ്ടുകളുടെ തിരിച്ചറിയൽ നമ്പർ അടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകാതിരിക്കുകയാണ് ചെയ്യുന്നത്. വിവരങ്ങൾ കൈമാറാൻ ജൂൺ വരെ സുപ്രീം കോടതിയോട് സമയം ചോദിച്ചിരിക്കുകയാണ് SBI. അതനുവദിക്കാനാവില്ലെന്ന നിലപാട് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇങ്ങനെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരുന്നത് തടയാനായിരുന്നു ഇത്തരമൊരു നീക്കം SBIയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് വ്യക്തമാണ്. ആകെ സംഭാവനയിൽ പകുതിയിലേറെ കിട്ടിയത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. ഏതാണ്ട് 7000 കോടി രൂപയാണ് BJPക്ക് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഏതാണ്ട് ആകെ സംഭാവനയുടെ പകുതി വരും. ഇവിടെ കോൺഗ്രസ് തൊട്ട് പിന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് തൊട്ട് പിന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ ഈ ആവശ്യപ്പെട്ടത് പ്രകാരം രജിസ്റ്റർ നമ്പർ അടക്കം ലഭിച്ചാൽ ആർക്കാണ് നൽകിയതെന്നും എല്ലാം വ്യക്തമാകും. പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ്, അഴിമതിയാണിത് ഈ ഇലക്ട്രൽ ബോണ്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് യാതൊരു സംശയവും കൂടാതെ വളച്ചുകെട്ടുമില്ലാതെ പറയാൻ കഴിയും. അപ്പം നേരത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാം കേട്ടിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു അഴിമതിയാണ് ബോഫേഴ്സ് അഴിമതി അല്ലെങ്കിൽ ബോഫേഴ്സ് കുംഭകോണം എന്നൊക്കെ നാം പറഞ്ഞു വന്നിട്ടുള്ളത്. അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനെ നിയമവിധേയമാക്കുന്നതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന വിമർശനം CPIM അഖിലേന്ത്യാ നേതൃത്വം നേരത്തെ തന്നെ അതിശക്തമായി ഉയർത്തിയിട്ടുള്ളതാണ്.
അത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് ഈ സമീപകാല സംഭവങ്ങളും സുപ്രീം കോടതിയുടെ വിധിയും അതിനെ തുടർന്ന് പുറത്തു വന്ന കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കുകയാണ്. സർക്കാർ നയങ്ങളെയും തീരുമാനങ്ങളെയും എല്ലാം ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇത്തരമൊരു ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വാധീനിക്കാനാകുമെന്ന വിമർശനവും CPI ഉയർത്തിയത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബോണ്ടിലൂടെ ലഭിക്കുന്ന പണം വേണ്ടെന്ന് പ്രഖ്യാപിച്ച് അതിനെതിരെ നിയമപോരാട്ടം നടത്തിയ CPIMന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ എന്നുള്ളത് അടിവരയിട്ട് നാം പറയേണ്ടതുണ്ട്. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ നിരുപാധികം പണം സ്വീകരിച്ച കോൺഗ്രസ് BJPയുടെ രാഷ്ട്രീയ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ള വസ്തുതയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. BJPയുടെ രാഷ്ട്രീയ ബദൽ ഇടതുപക്ഷം മാത്രമാണെന്ന് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ് എന്നാണ് ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാനുള്ളത്.